ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. നാരായണീയ പാരായണം 41-ാം ദശകം. പൂതനാദേഹ ദാഹവും ശ്രീകൃഷ്ണ ലീല ആഹ്ലാദവും. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗണേശായ നമ, സരസ്വതി നമ. ധ്യാനം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. 41-ാം ദശകം. പൂതനാദേഹ ദാഹവും ശ്രീകൃഷ്ണ ലീല ആഹ്ലാദവും. വ്രജേശ്വര ശൗരിവചോ നിശമ്യ സമാവ്രജന്നധ്വനിഭീതചേതാഃ നിഷ്പിഷ്ട നിശേഷതരം നിരീക്ഷ്യ കംചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം നിശമ്യ ഗോപീവചനാതുദന്തം സർവേപി ഗോപാഭയവിസ്മയാന്താഃ ത്വത്പാദിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേ അഥ കുടാരകൃത്തം ത്വത്പീതഭൂതസ്തന തശരീരാത് സമുച്ഛലന്നുച്ഛതരോ हि ധൂമഃ ശംഖാമദാദാഗരവക്കിമേഷ കിം ചാന്ദനോ ഗൗൽഗുലവോ അധ വേദി മദംഗസംഗസ്യ ഫലം ന ദൂരേ ക്ഷണേന താവദ്ഭവതാമപി സ്യാത് ഇതി ഉല്ലഭൻ വല്ലവതല്ല ജേഭ്യ ത്വം പൂതനാം അധനുധാസു ഗന്ധിം ചിത്രം പിശാച്യാ നഹതകുമാര ചിത്രം പുരൈവാഘഗതി ശൗരിണേധം ഇതി പ്രശംസൻ കില ഗോപബ ലോകാ ഭവന്മുഖാ ലോകരസേന്യമാക്ഷീത് ദിനേ ദിനേത പ്രതിവൃദ്ധലക്ഷ്മീർ അക്ഷീണമാംഗല്യശതോ വ്രജോയം ഭവന്നിവാസാധൈതി വാസുദേവ പ്രമോദസാന്ദ്ര പരിതോ വിരേജേ ഗൃഹേഷു തേ കോമളരൂപഹാസം ഇതക്കഥാ അസങ്കുലിതാകമന്യ വൃത്തേഷു കൃത്യേഷു ഭവന്നിരീക്ഷ സമാഗതാ പ്രത്യഹം അത്യനന്ദൻ അഹോ കുമാരോ മയി ദത്തദൃഷ്ടിഃ സ്മിതം കൃതം മാം പ്രതിവത്സകേന ഏഹേഹി മാം ഇത്യുപ്രസാര്യ പാണി ത്വയീശ കിം കിം ന കൃതം വധൂഭിഃ ഭവദ്വപു സ്പർശനകൗതുകേന കരാത്കരം ഗോപവധൂജനേന നീതസ്ത്വമാദാമ്ര സരോജമാലാ വ്യാലംബിലോലാംബ തുലാമലാസിഃ നിപായയന്തി സ്തനമംഗം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോധാ കഥാ മാം ന ഭേജേ സത്താദൃശ പാഹി ഹരേ ഗദാന്മാം. ഓം ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഈ ഒരു 41-ാം ദശകം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. നാരായണ 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 നാരായണ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യോഗീന്ദ്രാണാം തദംഗേഷധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാദതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃദ്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം. അജ്ഞാത്വാ തേ മഹത്വം യതി നിഗദിതം വിശ്വനാഥക്ഷമേധാ ശ്രോത്രം ചേതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിതമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഈ ഒരു 41-ാം ദശകം പൂതനയുടെ അതായത് പൂതന മോക്ഷം എന്നാണ് പറയുക, പൂതന വധം എന്നല്ല പറയുക. പൂതനയുടെ വധത്തിന് ശേഷം പൂതനയുടെ ദേഹത്തെ ദഹിപ്പിക്കുന്ന
കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൂതനയുടെ ദേഹം, ശ്രീകൃഷ്ണൻ പൂതനയുടെ മുല കുടിച്ചപ്പോൾ പൂതനയുടെ ദേഹം തന്നെ പരിശുദ്ധമായി തീർന്നു എന്നും ആ ദേഹത്തെ ഒരു വലിയ പർവ്വതം പോലെയാണ് പൂതന അവിടെ കിടന്നത്. ആ ദേഹത്തെ വെട്ടിമുറിച്ചൊക്കെ പല പല കഷ്ണങ്ങളാക്കിയിട്ടാണ് അതിനെ ദഹിപ്പിച്ചതും. അങ്ങനെ ദഹിപ്പിക്കുമ്പോൾ സാധാരണ ശവശരീരങ്ങളെ ദഹിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ദുർഗന്ധമാണ് വരിക, ഒരു ചീത്ത ഗന്ധമാണ് വരിക. പക്ഷേ ഭഗവാന്റെ ആ ഒരു സ്പർശനത്താൽ തന്നെ പൂതനയുടെ ദേഹം പരിശുദ്ധമായി തീർന്നു എന്നും പൂതനയുടെ ശരീരം കത്തിച്ചപ്പോൾ സുഗന്ധമാണ് അതിൽ നിന്ന് വമിച്ചതെന്നും അതുകൊണ്ടാണ് പൂതനയ്ക്ക് മോക്ഷം കിട്ടിയത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു പൂതനയുടെ ആ ഒരു എന്താ പറയുക, ഭഗവാന്റെ ആ ഒരു സ്പർശനത്താൽ പൂതനയ്ക്ക് മോക്ഷം കിട്ടിയല്ലാതെ പൂതനാവധം എന്ന് നമ്മൾ പറയാറില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രീകൃഷ്ണൻ കഥകളിലെ ഒരു ലീലയാണ്, ഒരു കൃഷ്ണലീലയാണ്. അങ്ങനെ എന്താ പറയുക, ഗോകുലത്തിൽ എല്ലാവരും ആഹ്ലാദിക്കുന്ന ഒരു ചിത്രവും കൂടെ ഈ ഒരു ദശകത്തിൽ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഈ ഒരു ദശകം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഓം തത്സത്. ഹരി ഓം.